പ്രൈസലോ കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്നു ദൈവത്തിന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിന്റെ സ്നേഹവചനം അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവദിന ഭാഗമായി യെശയ്യാ പുസ്തകം 28-ാം അധ്യായം 11-12 വാക്യങ്ങൾ. അതേ വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. ഇതാകുന്നു സ്വസ്ഥത, ക്ഷീണിച്ചിരിക്കുന്ന സ്വസ്ഥത കൊടുപ്പിൻ, ഇതാകുന്നു വിശ്രമം എന്ന് അവൻ അവരോട് അരുളി ചെയ്തു. എങ്കിലും കേൾപ്പാൻ അവർക്ക് മനസ്സിലായിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല തിരുവെഴുത്താണ് വായിച്ചത്. യെശയ്യാ കാലഘട്ടത്തിൽ ജനത്തിന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ അറിയണമെങ്കിൽ യെശയ്യാവിന്റെ പുസ്തകം 28-7 തൊട്ട് വായിക്കും. ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എന്നാൽ ഇവരും വീഞ്ഞു കുടിച്ച് ചാഞ്ചാടുകയും മദ്യപിച്ച് ചാടി നടക്കുകയും ചെയ്യുന്നു. പുരോഹിതനും പ്രവാചകനും മദ്യപാനം ചെയ്ത് ചാഞ്ചാടുകയും വീഞ്ഞു കുടിച്ച് മത്തരാകുകയും മദ്യപിച്ച് ചാടി നടക്കുകയും ചെയ്യുന്നു. അവർ ദർശനത്തിൽ പിഴച്ച് ന്യായവിധിയിൽ തെറ്റിപ്പോകുന്നു. ആമെ മേശകൾ ഒക്കെയും ഛർദിയും അഴുക്കും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒരു സ്ഥലവും ശേഷിപ്പില്ല. ആർക്കാകുന്നു ഇവൻ പരിജ്ഞാനം ഉപദേശിപ്പാൻ പോകുന്നത്? ആരെയാകുന്നു അവൻ പ്രസംഗം ഗ്രഹിപ്പിക്കാൻ പോകുന്നത്? പാലുകൂടി മാറിയവരെയോ മുലകുടി വിട്ടവരെയോ? ചട്ടത്തിന്മേൽ ചട്ടം, ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം, സൂത്രത്തിന്മേൽ സൂത്രം, ഇവിടെ അല്പം അവിടെ അല്പം എന്ന് അവർ പറയുന്നു. അവിടെ നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. അല്ലേ? അപ്പൊ യെശയ്യാവിന്റെ കാലഘട്ടത്തിൽ ഒരു ചരിത്രമാണ് എഴുതിയിരിക്കുന്നത്. എന്താ? പുരോഹിതന്മാര് അല്ലൊരു വീഞ്ഞു കുടിച്ച് ചാഞ്ചാടുന്നു, മദ്യം വെച്ച് ചാഞ്ചാടുന്നു. പ്രവാചകനും മദ്യപാനം ചെയ്ത് ചാഞ്ചാടി വീഞ്ഞു കുടിച്ച് മത്തരാകുകയും മദ്യവെച്ച് ആടി നടക്കുകയും ചെയ്യുന്നു. ദർശനത്തിൽ പിഴച്ച് ന്യായവിധിയിലേക്ക് പോവുകയാണ്. അവരാരെയാണ് ഉപദേശിക്കാൻ പോകുന്നത്? അവരുടെ മേശകളിലെല്ലാം ഛർദിയും അഴുക്കും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് പ്രവാചകൻ ഇവിടെ പറയുമ്പോൾ, അല്ലേലൂയ, ഇത് ഏത് കാലഘട്ടമാണ് നമ്മൾ മനസ്സിലാക്കണം. അല്ലേലൂയ, നമ്മളിത് മനസ്സിലാക്കുമ്പോൾ ഇത് എഴുതിയ കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ 39 അധ്യായങ്ങൾ ഏകദേശം BC 700-ലും, അല്ലേലൂയ, ഒടുവിലത്തെ 27 അധ്യായങ്ങൾ BC 681-ലും യെരുശലേമിൽ വെച്ച് എഴുതിയതാണ്. അപ്പം BC, അല്ലേലൂയ, 700-ലും 681-ലും ഈ തിരുവെഴുത്തിലും ആ കാലഘട്ടത്തിലുള്ള പുരോഹിതന്മാരും പ്രവാചകന്മാരും വീഞ്ഞു കുടിച്ച് മദ്യപിച്ച് ചാടി നടക്കുകയും സ്വന്തം ദർശനങ്ങളിൽ തെറ്റി ഉഴന്ന് ന്യായവിധിക്കായി പോവുകയും അവർ വീഞ്ഞു കുടിച്ച് മതരായി മാത്രമല്ല മേശകളിൽ ഛർദിക്കുകയും, അല്ലയ, സകല സ്ഥലം അഴുക്കായി നടന്നു എന്ന് അന്ന് പ്രവാചകൻ പറയണമെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും നോക്കിയാലും ഇത് തന്നെ അവസ്ഥ. ഇന്നത്തെ പുരോഹിതന്മാരും പ്രവാചകൻ ഇതുപോലെ വീഞ്ഞു കുടിച്ച് മദ്യപിച്ച് ആടി നടക്കുകയും അട്ടഹസിക്കുകയും അല്ലെങ്കിൽ അവർ സ്വന്തം ദർശനത്തിൽ പിഴച്ച് ദൈവത്തിന്റെ ന്യായവിധിക്ക് വേണ്ടി പോകുന്നവരാണ്. അവർ കുടിച്ച് മത്തരായി മേശകളിൽ ഛർദ്ദിച്ചു വെച്ച് സകല സ്ഥലവും അഴുക്കായിരിക്കുക. അവരെന്നിട്ട് പ്രബോധിപ്പിക്കുന്നുണ്ട്. ആ പ്രബോധിക്കുന്നത് അവർ ചോദിക്കുന്നത് പാലുകുടി മാറിയവരോ മുലകുടി വിട്ടവരെയോ? ആരെയാകുന്നു ഉപദേശിക്കാൻ പോകുന്നത്? അല്ലേ? ഈ സാഹചര്യത്തിലാണ് കർത്താവ് ആർക്കാണ് നിങ്ങൾ വിശ്രമം കൊടുക്കുന്നത്, ആർക്കാണ് നിങ്ങൾ സ്വസ്ഥത കൊടുക്കുന്നത്? അല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ഈ ജനത്തോട് ഞാൻ വിക്കി വിക്കി, അല്ലേലൂയ, പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിൽ സംസാരിക്കുമെന്ന്. അതെ, ദൈവം വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയാലും ഈ ജനത്തോട് സംസാരിച്ചിട്ടും അവർക്ക് കേൾപ്പാൻ മനസ്സിലായിരുന്നു എന്നാണ് വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ വചനം വായിക്കുകയാണ്, യെശയ്യാവിന്റെ സന്ദേശം മിക്കവാറും തെക്കേ രാജ്യമായ യഹൂദയ്ക്ക് നേരെയായിരുന്നു. എന്നാൽ ഈ അധ്യായത്തിൽ ഇസ്രായേലിനെതിരായ സന്ദേശമാണ് ഉള്ളത്. അത് യഹൂദയ്ക്കും പ്രസക്തമായിരിക്കുന്നു. ദേശത്തിലെ ഭരണാധികാരികൾ ഒരു കൂട്ടം മദ്യപന്മാരാണ്. അശൂരിന്റെ ആക്രമണത്തെ കൊടുക്കാറ്റോടുകൂടിയ കൽമഴയോടുകൂടി ഉപമിച്ചിരിക്കുന്നു എന്ന് കാണാൻ കഴിയും എന്റെ 2-ാമത്തെ വാക്യത്തിൽ. ഹല്ലേലൂയ. അപ്പൊ യെശയ്യാവിന്റെ മുന്നറിയിപ്പുകൾ ദേശത്തിലെ മദ്യപന്മാർക്ക് അരാജകമായിരുന്നതിനാൽ മുലകൂടി മാറിയ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ തങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണോ എന്നാണ് പ്രവാചകൻ പരിശുദ്ധാത്മാവിടെ നമുക്ക് നൽകിയ ചോദ്യം. അവർ യെശയ്യാവോട് പരിഹാസത്തോടെ ചോദിക്കുക, ദുഷ്ട വഴികളെ വിട്ട് ദൈവത്തിലേക്ക് മടങ്ങിയുള്ള സന്ദേശം അവർക്ക് ഇഷ്ടമില്ല. ഇന്നത്തെ പ്രവാചകന്മാർക്കും ഇന്നത്തെ പുരോഹിതന്മാർക്കും അവർ ചെയ്യുന്ന ദുഷ്ട വഴികളെ വിട്ട് അവർ മദ്യപിച്ച് ചാഞ്ചാടി ആട്ടി നടന്ന് സുബോധം വിട്ട് മുലകുടി മാറിയ കുഞ്ഞുങ്ങളെ ഉപദേശിക്കുന്ന പോലെ ഉപദേശിക്കുന്ന പുരോഹിതന്മാർ പറയട്ടെ, നിങ്ങൾക്കും അയ്യോ കഷ്ടം. ഹല്ലേലൂയ. ഇന്നത്തെ പുരോഹിത വർഗ്ഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കി നോക്കട്ടെ. ഹല്ലേലൂയ. ആദ്യം ബീവറേജിൽ നിന്ന് അവർക്കും ബ്രാൻഡ് വാങ്ങി കൊടുക്കാനും അവർ ബ്രാൻഡ് കുടിക്കാനും അവരെ കുടിപ്പിക്കാനും ഒക്കെ ഒരുപാട് ആളുകളുണ്ട്. പ്രവാചകന്മാരെ കുടിപ്പിക്കുന്നവരുണ്ട്. ചില വിശ്വാസികളുടെ വീട്ടിൽ ചെന്നാൽ പോലും അവിടെയും ബ്രാൻഡിയുണ്ട്. ഹല്ലേലൂയ. ചില മിലിറ്ററി ജോലികളുള്ള മക്കളുടെ വീട്ടിലൊക്കെ ചെന്നാൽ അവിടെയും അപ്പന്മാരുടെ ബ്രാൻഡി ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. സ്വതന്ത്രം.
ഇതൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടമില്ല. ഇതൊക്കെ കണ്ണാലെ കാണുകയും കേൾക്കുകയും അറിയുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ ഇത് പറയുന്ന മടിയൊന്നുമില്ല. അതുകൊണ്ട് പ്രവാചകന്റെ കാലഘട്ടത്തിൽ BC 700-ലും 681-ലും ഇതേപോലെയുള്ള ജനം ഉണ്ടായിരുന്ന പോലെ തന്നെ ഈ AD-യില് ഈ 2026 ആണല്ലോ, ഇന്നും ഇതുപോലുള്ള പുരോഹിതന്മാരും പ്രവാചകന്മാരും ഉണ്ടെന്ന്. അവർ മദ്യപിച്ച് ചാഞ്ചാടി നടക്കുന്നു, വീഞ്ഞു കുടിച്ച് ചാഞ്ചാടി നടക്കുന്നു, അവർ ആടി നടക്കുകയാണ്. അവർ അലിസോത്രം, അവർ മേശകളെല്ലാം ഛർദ്ദിക്കുന്നു, സകല സ്ഥലങ്ങൾ അവരെ അഴുക്കാക്കുന്നു. അവരാണ് മുലകൂടി മാറിയ കുഞ്ഞുങ്ങളെ, പാലുകൂടി മാറിയ കുഞ്ഞുങ്ങളെ ഉപദേശിക്കുന്നത് പോലെ ഒരു ഉപദേശിക്കുന്ന ചട്ടത്തിന്മേ ചട്ടം, ചട്ടത്തിന്മേ ചട്ടം, സൂത്രമേ സൂത്രം എന്നൊക്കെ പറഞ്ഞ് അവർ ഓരോ തന്ത്രങ്ങൾ മെനയുന്നു. ഇത്രമാത്രം അതിക്രമത്തിലൂടെ, അക്രമത്തിലൂടെ, ഇത്രമാത്രം അരാജകത്തിലൂടെ പുരോഹിതന്മാരും പ്രവാചകന്മാരും കടന്നു ദേശം മുഴുവൻ മല്ലപ്പെട്ടിരിക്കുന്നു. ആ കാലഘട്ടത്തിൽ തെക്കേ രാജ്യമായിരിക്കുന്ന സകല ജനങ്ങളും സകല അധികാരികളും പാപത്തിൽ വീണു. അല്ലെങ്കിൽ ഈ സമയത്താണ് നമ്മുടെ കർത്താവ് പറയുന്നത്, ഞാൻ അവരോട് വിക്കി പറയുന്ന അത്തരങ്ങളാലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. ഇതാകുന്ന സ്വസ്ഥത, ക്ഷീണിച്ചിരിക്കുന്ന സ്വസ്ഥത കൊടുപ്പിൻ, ഇതാകുന്ന വിശ്രമം. ഇതൊക്കെ പറഞ്ഞിട്ടും അന്നത്തെ ജനത്തെ കേൾപ്പാൻ മനസ്സില്ല. ഇന്നും ഇത് തന്നെ ഞങ്ങൾ ലോകമെമ്പാടും പട്ടണങ്ങളും തെരുക്കോടുകളിലും ഒക്കെ നിന്നുകൊണ്ട് ഭവനങ്ങൾ തോറും കയറി ഇറങ്ങി ഈ സുവിശേഷം ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ മനസ്സില്ല, നിങ്ങൾക്കത് അനുസരിക്കാൻ മനസ്സില്ല. ഇന്നും പുരോഹിതന്മാരെ, എന്നെ കേൾക്കുന്ന പ്രവാചകൻ നിന്ന് നിങ്ങൾ അവിഞ്ഞു കുടിച്ച് മദ്യപിച്ച് ആടി നടക്കല്ലേ, ചാഞ്ചാടി നടക്കുകയല്ലേ? നിങ്ങൾ ആരെയാണ് പ്രബോധിപ്പിക്കുന്നത്? ആരെയാണ് ഉപദേശിക്കാൻ പോകുന്നത്? നിങ്ങളുടെ ഉപദേശം ആർക്കാണ് ഇഷ്ടപ്പെടുന്നത്? അല്ലേ? അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വിക്കി സംസാരിക്കുന്നത് അത് കേട്ട് മടങ്ങി വരുന്നെങ്കിൽ വരുന്ന കാലഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്ന ദൈവിക ന്യായവിധി നിനക്ക് ഒഴിവുണ്ടാകാൻ അതിന്റെ പാപത്തെ വിട്ട് നീ മടങ്ങി വരണം. അല്ലേ? അപ്പൊ വിശ്രാമത്തിന്റെ വഴി എന്താണ്? ആദ്യം പരിശുദ്ധാത്മാവിൽ നാം നിറയപ്പെടണം. അല്ലേ? പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്ക് നീ വിധേയപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ, നിന്നെ പരിശുദ്ധാത്മാവിൽ ദൈവം നിറയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ അന്യഭാഷയാൽ ദൈവം പരിശുദ്ധാത്മാവിൽ നിന്നോട് സംസാരിക്കുമ്പോൾ നീ അത് കേൾക്കാൻ മനസ്സ് വെക്കണം. അല്ലേ? അതുകൊണ്ട് അന്യഭാഷയിൽ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെടുന്ന ഒരു അനുഭവം നിനക്കുണ്ടാകണം. അന്യഭാഷയിൽ സംസാരിച്ച് ആനന്ദിക്കുന്ന അനുഭവം നിനക്കുണ്ടാകണം. പ്രൈസ് ലോർഡ്. മനുഷ്യന്റെ ആത്മാവ് അത് അവന്റെ ഇഷ്ടപ്രകാരം ചെയ്യും. വലിയ ജനം പറയുന്നവർക്ക് മനുഷ്യന്റെ ആത്മാവ് ചെയ്യും. എന്നാൽ നിങ്ങളുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയപ്പെട്ട് അന്യഭാഷയിൽ നിങ്ങൾ നിറയപ്പെട്ട് കഴിയുമ്പോൾ ദൈവം നിങ്ങളെ അല്ലെങ്കിൽ ആത്മാവിനും സത്യത്തിലും കർത്താവിനെ അനുഗമിക്കുവാൻ നിങ്ങളെ ഒരുക്കിയെടുക്കും. നിങ്ങൾ കർത്താവിനെ അനുഗമിക്കണം. കർത്താവിനെ അനുഗമിക്കുക മാത്രമല്ല, അവന്റെ സന്നിധിയിൽ വന്നിരുന്ന് അവനെ ആരാധിച്ചുകൊണ്ട്, അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, അവനെ സ്തുതിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ കുറവുകളെല്ലാം നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ തെറ്റിദ്ധരുത്തി മടങ്ങി വരണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിദ്ധരുത്തി മടങ്ങി വന്ന് വരാൻ പോകുന്ന ന്യായവിധി നിന്ന് ഒഴിവുള്ള തീരണം. അതുകൊണ്ട് അന്നത്തെ ജന ഈ വചനം കേട്ടിട്ടും അവർക്ക് കേൾപ്പാൻ മനസ്സിലായിരുന്നു, എങ്കിലും കേൾപ്പാൻ അവർക്ക് മനസ്സിലായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾ ഈ വചനം പറയുമ്പോൾ നിങ്ങൾക്ക് കേൾപ്പാൻ മനസ്സില്ല. നിങ്ങൾ ഓരോ തന്ത്രങ്ങൾ വരെയാണ്. ഞങ്ങൾ സത്യവിശേഷം വിളിച്ചു പറയുമ്പോൾ അവർ പിഴച്ചവരാണ്, അവർ തെറ്റിപ്പോയവരാണ്, അവരെ കേറ്റരുത്, അവരെ ഭവനത്തിൽ അടുപ്പിക്കരുത്, അവർ തരുന്നത് വാങ്ങരുത്, അവർ ഉപദേശം കേൾക്കരുത്, അവർ സംസാരിക്കരുത് എന്നല്ലേ പുരോഹിത, എന്നെ കേൾക്കുന്ന പ്രവാചക, വ്യാജ പുരോഹിതന്മാരെ നിങ്ങൾ ജനത്തോട് പറയുന്നത്. നിങ്ങൾ ഈ മദ്യപിച്ച് വീഞ്ഞു കുടിച്ച് ചാഞ്ചാടി നടക്കുകയും മത്തരാകുകയും ചെയ്തിട്ട് നിങ്ങൾ മേശകളിലും ഛർദ്ദിച്ച് വെച്ചിട്ട് നിങ്ങൾ ആരെയാണ് ഉപദേശിക്കുന്നത്? നിങ്ങൾ ആരെയാണ് പ്രബോധിപ്പിക്കുന്നത്? മുലകൂട്ടി വിട്ടവരെ, പാലുകൂടി വിട്ടവരെ, കുഞ്ഞുങ്ങളെ പോലെ നീ ഈ ജനത്തെ ഉപദേശിക്കുമ്പോൾ നിനക്ക് വരാൻ പോകുന്ന ന്യായവിധി എത്ര ഭയാനകമാണ്. അവിടെ പുരോഹിത, പ്രവാചക, നീ മാനസാന്തരപ്പെടണം. അനവധി കള്ള പുരോഹിതന്മാരും വ്യാജ പ്രവാചകന്മാരും ഊരി ചുറ്റി നടക്കുകയാണ്, ഉലകം ചുറ്റി നടക്കുകയാണ്, ആരെയും തെറ്റിക്കുന്ന വിധത്തിൽ നടക്കുകയാണ്. അവർ എന്തിനും തയ്യാറാണ്. അതുകൊണ്ട് ഇന്ന് പകൽ ഈ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഹല്ലേലൂയ, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഹല്ലേലൂയ. യെശയ്യാവിന്റെ കാലഘട്ടത്തിൽ എന്നുകൂടി ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ പാപത്തിൽ വീണ് കിടക്കുന്നു. അതുകൊണ്ട് നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് നിന്റെ ആദരങ്ങളിൽ അന്യഭാഷ നിറയപ്പെട്ട് നീ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിച്ച് അവരുടെ മുമ്പിൽ സാഷ്ടാംഗം വീഴുമ്പോൾ ഹല്ലേലൂയ, ദൈവം നിന്നെ ന്യായവിധിയിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ്. നമ്മൾ മാനസാന്തരപ്പെടണം. കുറെ പണം ഉണ്ടായതുകൊണ്ടല്ല കാര്യം. കുറെ പണം ഉണ്ടായതുകൊണ്ട്, നല്ല വിദ്യാഭ്യാസം ലഭിച്ചത്, നല്ല ജോലി ലഭിച്ചതുകൊണ്ടോ, വലിയ കെട്ടിടങ്ങൾ പണിതുകൊണ്ടോ ഒന്നും അല്ല കാര്യം. ഇന്നത്തെ കാലഘട്ടത്തിൽ കണ്ട ഏറ്റവും വലിയ പുതിയ ഫാഷൻ ഡിസൈനുകളിൽ കൂടെ പുതിയ കെട്ടിടങ്ങൾ പണിത് ചൈനയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
അല്ലെങ്കിൽ എന്നിട്ട് എന്ത് ചെയ്യും? മനുഷ്യൻ ചൈനയിലെ ആ വലിയ വലിയ കെട്ടിട ഭാഷം കണ്ടിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടോ? പാമ്പയിൽ കെട്ടിടം പറഞ്ഞ് 10-15 വർഷം തികയുന്ന ആ വലിയ കെട്ടിടം ഇടിച്ചു പൊളിച്ചിട്ട് പുതിയ ഭാഷ പണിയുക അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് മനുഷ്യൻ അത്രമാത്രം അല്ല നിഗളികളായി അഹങ്കാരികളായി മാറി ആ വീട് നിറച്ച് മദ്യം കൊണ്ടുവച്ച് കുടിക്കുകയാണ് അല്ലെങ്കിൽ. എന്നിട്ട് അവർ ചാഞ്ചാടി നടക്കുന്നു, ആടി നടക്കുന്നു, അവർ മേശകൾ വഴി ഛർദ്ദിച്ച് നടക്കുന്നു. ഈ അല്ലുരിയ എത്രമാത്രം സൗദങ്ങൾ പണിത് ഉന്നതമായ നിലയിൽ പണിതാലും അല്ലുരിയ നീ ദൈവത്തിന്റെ പരിശുദ്ധന്മാർ നിറയപ്പെട്ട് പാപം വിട്ട് മടങ്ങി വരുന്നില്ലെങ്കിൽ അല്ലുരിയ നിന്റെ അവസാന ന്യായവിധി നിത്യ നരകത്തിലേക്കായിരിക്കും. അതുകൊണ്ട് നമുക്കിവിടെ കുറച്ച് പണം ഉണ്ടാക്കുന്നതിലല്ല കാര്യം, കുറച്ച് വലിയ സൗദങ്ങൾ വീടുകൾ ഉണ്ടാക്കുന്നില്ല, വലിയ ജോലിയോ വലിയ പണത്തിന് ഉടമയാണ്. നീ ഇവിടെ കോടീശ്വരനാകുന്നതിലല്ല കാര്യം. നീ കോടീശ്വരനായിരിക്കും, പക്ഷേ നീ ദൈവത്തെ ഭയപ്പെടണം. പ്രൈസലോ ഹല്ലേലൂയ. ലോകത്തിലെ ഒരു കോടീശ്വരന്മാരെ ദൈവം വെറുക്കുന്നില്ല, പക്ഷെ കോടീശ്വരന്മാർ ആണെങ്കിലും നിന്റെ മേശകളിൽ അല്ലെങ്കിൽ നീ ഛർദിയും അഴുക്കും കൊണ്ട് നിറയപ്പെട്ട് നീ മേശകളിൽ നീ കൂട്ടുകാരുമായി മദ്യപിച്ച് വെളിവില്ലാ സുബോധം നഷ്ടപ്പെട്ട് യാഞ്ചാടി ആടി നടക്കുന്ന അനുഭവം നിന്റെ വീട്ടിനകത്ത് ജീവിതത്തിനകത്ത് ഉണ്ടെങ്കിൽ നിനക്ക് അയ്യോ കഷ്ടമെന്നാണ് പ്രവാചകൻ പറയുന്നത്. നമ്മൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. അല്ലേലൂയ. ഇപ്പൊ ഇവിടെ ദൈവത്തിന് നിങ്ങൾക്കറിയാവുന്ന അറിയാവുന്നതുപോലെ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മൾ ചില കാര്യങ്ങൾ പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. മാനവോധി പോരാട്ടങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികൾ കൊണ്ട് മനുഷ്യൻ നിറയപ്പെടുമ്പോൾ, മനുഷ്യന്റെ ജീവിതം താറുമാറാകുമ്പോൾ, മുമ്പോട്ട് പോകാൻ വഴികളില്ലാതെ പഴുതുകളെല്ലാം അടയുമ്പോൾ, ഇസ്രായേലിന് മുമ്പിൽ ചെങ്കടൽ എന്ന പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് മുമ്പിൽ പല തടസ്സങ്ങൾ നിൽക്കുമ്പോൾ അല്ലേലൂയ നമ്മൾ അതിനെ കണ്ട് ഭാരപ്പെട്ടു പോകാതെ നമുക്ക് മുമ്പിൽ നിൽക്കുന്ന തടസ്സങ്ങളെ മാറ്റുവാൻ വേണ്ടി നാം ദൈവത്തിന്റെ മുമ്പാകെ വന്നിരുന്ന പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ട് അഭിഷേകത്തെ നിറയപ്പെട്ട് ദൈവത്തിന്റെ ആത്മാവിൽ ആരാധിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുമ്പോൾ, ആരാധനയിൽ ശക്തനായി മാറുമ്പോൾ നിനക്ക് മുമ്പിൽ നിൽക്കുന്ന സകല പോരാട്ടങ്ങളെ പ്രതികൂലങ്ങളെ ദൈവം മാറ്റിത്തരും. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ പുരോഹിതയും പ്രവാചകനും നമുക്ക് മാതൃകയാക്കാൻ പറ്റത്തില്ല. കാരണം അവരെല്ലാം ലോകപ്രകാരം പണം ഉണ്ടാക്കൽ സമ്പാദിക്കലാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ നീ കഷ്ടതയുടെ നടിയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, പ്രതിസന്ധിയുടെ നടിയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നോട് വിക്കി പറയുന്ന അത്തരങ്ങളാൽ അന്യഭാഷയാലും നിന്നോട് സംസാരിക്കുമ്പോൾ നിന്റെ മാനസാന്തരത്തെക്കുറിച്ച്, നിന്റെ രക്ഷയെക്കുറിച്ച്, നിന്റെ വിടുതലിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ നീ അത് കേട്ട് അനുസരിക്കാൻ തയ്യാറായാൽ നീ കടന്നു പോകുന്ന പ്രതിസന്ധിയിൽ നിനക്ക് വിടുതൽ ദൈവം തരും. ഹല്ലേലൂയ. അല്ല നീ മറുത്തു മത്സരിക്കുന്നെങ്കിൽ ദൈവം നിന്നോട് മറുത്തു മത്സരിക്കുക തന്നെ ചെയ്യും. പ്രൈസലോ. നമ്മൾ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഞാനൊക്കെ ദൈവത്തെ അറിഞ്ഞവനായിട്ടും ഇന്നും ദൈവത്തോട് ചേർന്ന് നടക്കും പേടിയ. കാരണം ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ കർത്താവ് എന്തെങ്കിലും കുറവുണ്ടോ, എന്തെങ്കിലും പരാജയങ്ങളുണ്ടോ, എന്തെങ്കിലും അനുസരണക്കേട് സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെയോർത്ത് എപ്പോഴും ദൈവത്തിനെ നിലവിളിക്കാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ സ്നേഹം നമ്മൾ ദൈവത്തോട് എത്ര ചേർന്ന് നടന്നാൽ, എത്ര കൂടെ നടന്നാൽ നമ്മളെ തെറ്റിക്കുന്നൊരു പിശാചുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ എപ്പോഴും ദൈവത്തോട് ചേർന്ന് മാറ്റിയിരുന്ന് ഇടപെടാതെ പ്രാർത്ഥിച്ച് എപ്പോഴും ദൈവത്തെ ശ്രദ്ധിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയപ്പെട്ടുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റും. പാപം മനുഷ്യന്റെ ജീവിതത്തെ നരകത്തിലേക്ക് കൊണ്ടുപോകും. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. സ്തോത്രം. ജഡത്തിന്റെ ചിന്ത പാപം തന്നെയാണ്, മരണം തന്നെയാണ്. ജഡത്തിന്റെ ചിന്ത മരണം. റോമലേഖനം 8:5 അല്ലേലൂയ സ്തോത്രം. റോമലേഖനം 6:23 എസ്കേലിന്റെ 18 രീതിയിലൊക്കെ കാണാൻ കഴിയും പാപത്തെക്കുറിച്ച്. അതുകൊണ്ട് പാപം ചെയ്യുന്ന മനുഷ്യൻ, പാപം ചെയ്ത് സ്രോതാവിനെ മടങ്ങുക. കാലം ഇനി അധികമില്ല, നിനക്ക് ഈ ഭൂമി ജീവിക്കുവാൻ നിന്റെ സമയം അടുത്തിരിക്കുക. എപ്പോഴാണ് മരണം നിന്റെ അരികിൽ വരുന്ന നിനക്കറിയില്ല. മരണം കൊണ്ട് ഈ ഭൂമിയിലെ ജീവിതം അവസാനിക്കും മുമ്പേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നീ നിറയപ്പെടണം. ഹല്ലേലൂയ. ഇവിടുത്തെ ഉന്നതന്മാരടക്കം ലോകത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിരിക്കുന്ന പ്രമാണികളടക്കം, രാഷ്ട്ര തലവന്മാർ, രാജാക്കന്മാരും രാജ്ഞിമാരടക്കം എല്ലാം മേഖലയിലായിരിക്കുന്ന എല്ലാ ഉന്നതാധികാര സ്ഥാനങ്ങളിലിരിക്കുന്നവർ തൊട്ട് സകല ജനങ്ങളും മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. സകല ജനം, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ മാനസാന്തരപ്പെടണം. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾ മാനസാന്തരം. ലോകരാജ്യം 800 കോടി ജനങ്ങൾ മാനസാന്തരപ്പെടണം. സകല ഭരണാധിപന്മാരും മാനസാന്തരപ്പെടണം. സകല പുരോഹിതന്മാരും മാനസാന്തരപ്പെടണം. സകല പ്രവാചകന്മാരും മാനസാന്തരപ്പെടണം. എല്ലാവരും ബീജ് കുടിച്ച് മത്തി വെച്ച് ചാഞ്ചാട്ടി നടക്കുകയാണ്. അല്ലെങ്കിൽ സ്വന്തം ദശ നഷ്ടപ്പെട്ടവരാണ്. ദൈവത്തിന്റെ ന്യായവിധിയിൽ അവർ തെറ്റി നടക്കുന്നവരാണ്. ന്യായവിധിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നവരാണ്. അല്ലെങ്കിൽ അവരാണ് ജനത്തെ ഉപദേശിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെ എന്നെ കേൾക്കുന്ന മാതാവ്, പിതാവ്, സഹോദരൻ,
സഹോദര സൂരി, പാപം വിട്ട് മടങ്ങി വന്നാൽ, പാപം വിട്ട് മടങ്ങി വന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഇറയപ്പെടുന്നെങ്കിൽ ആമീൻ, നിനക്കൊരു നല്ല മരണം ദൈവം തരും. ആ മരണത്തോടൊപ്പം നിന്റെ ആത്മാവും നിത്യത്തിലേക്ക് ചേരും. അല്ല ഈ വചനം കേട്ടിട്ട് നീ അനുസരിക്കാതാണ് ജീവിക്കുന്നതെങ്കിൽ, നിനക്ക് നീ മറുത്ത് മത്സരിക്കുകയാണെങ്കിൽ നിന്റെ മരണം കൊണ്ട് നിന്റെ ആത്മാവ് നിത്യ നരകത്തിലേക്ക് പോകും. അവിടെ കെടാത്ത തീയും ചാകാത്ത പുഴുവും ഓടാനുകൂടി ദൂർത്തന്മാരാൽ നിറയപ്പെട്ട പുഴു സങ്കേതത്തിൽ, ആ നരകാത്തിയില്, ആ നരകക്കടലിൽ നീ കിടന്ന് കഷ്ടതയെ അനുഭവിക്കും. പ്രൈസറോ, വേദപുസ്തകത്തിനൊന്നും ഒരു മാറ്റവുമില്ല. ഇന്ന് ലോകത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു അതെല്ലാം സത്യവേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. സത്യവേദപുസ്തകത്തിൽ പറയാത്ത ഒരു കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നില്ല. സത്യവേദപുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇനി മേലാൽ സംഭവിക്കാൻ പോകുന്നത് ഈ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, സത്യവേദപുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാതെ മനുഷ്യൻ സ്വന്തം നിർമ്മിതി കൊണ്ടോ, സ്വന്തം കഴിവുകൊണ്ടോ, ബുദ്ധി കൊണ്ടോ, പരിജ്ഞാനം കൊണ്ടോ, അറിവുകൊണ്ടോ, കഴിവുകൊണ്ടോ, പ്രാപ്തി കൊണ്ടോ, അവന്റെ വിവേകം കൊണ്ടോ, അവന്റെ ആരോഗ്യം കൊണ്ടോ, പാരമ്പര്യം കൊണ്ടോ ഒന്നും അവൻ എഴുതിയതല്ല. ഈ എഴുതിയത് ചെയ്യുന്നതും അല്ല. ഇന്ന് ഭൂമി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം എല്ലാം ദൈവത്താലാണ്. ഭൂമി മുഴുവൻ പാപം കൊണ്ട് നിറയപ്പെട്ടു. ഭൂമി മുഴുവൻ പാപം കൊണ്ട് നിറയപ്പെട്ടു. ശാപം ഭാമി സകല മനുഷ്യന്റെ കുടുംബങ്ങളിലേക്ക് വരുന്നു. അതിന് രോഗം വരുന്നു, അതുപോലെ മരണം സംഭവിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടില്ലേ, വലിയ ജലപ്രളയം കേരളത്തിൽ അകമാനം 14 ജില്ലകളിലേക്ക് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യൻ നെടുവിൽപ്പെടുകയാണ്, കണ്ണുനീരാണ്, ദുഃഖത്തിലാണ്. അല്ലെങ്കിൽ മനുഷ്യന്റെ സ്വന്തം വീട് നഷ്ടപ്പെട്ടു, സ്വന്തം ഭവനം നഷ്ടപ്പെട്ടു, രാജ്യം മുഴുവൻ സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ മനുഷ്യൻ ഇപ്പൊ എന്താണ് പേരുവഴിയായി വഴിയാധാരമായി ഇപ്പോൾ അവൻ താമസിക്കുന്നത് എവിടെയാണ്? വലിയ ദുരിതാശ്വാസ ക്യാമ്പിലാണ്. 2018 തൊട്ട് നമ്മുടെ കേരളത്തിലും ഭാരതത്തിലും ലോക രാജ്യങ്ങളിൽ ദൈവത്തിന്റെ ന്യായത്തിന്റെ കരം വെളിപ്പെട്ടു. പാപം സകല ജനങ്ങളിൽ, സകല രാജ്യങ്ങളിൽ, സകല രാഷ്ട്രങ്ങളിൽ പെരുകിയപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കാൻ വേണ്ടി, പാപം വിട്ട് മടങ്ങി വരാൻ വേണ്ടി അന്നത്തെ പ്രളയം നമ്മൾ ഓർക്കുന്നില്ലേ? 2018 തുടർന്ന് 19 20 കാലഘട്ടമായപ്പോൾ ലോകമാണ് കൊറോണ, ലോകം കൂടെ അടച്ചിട്ട സംഭവം നമ്മൾ ഓർക്കുന്നില്ലേ? ഹല്ലേലൂയ. അന്ന് എല്ലാവർക്കും ദൈവത്തെ വേണമായിരുന്നു. പിന്നെ അതിൽ നിന്നൊരു മോചനം പ്രാപിച്ചു. പിന്നീട് ദൈവത്തെ വേണ്ടവർക്ക് അവർ അന്ന് പിന്നെ മദ്യപിച്ച് ചാഞ്ചാടി നടക്കി, ആടി നടക്കി, വീഞ്ഞുകൊണ്ട് ചാടി നടക്കി, ദൈവത്തെ മറന്നാടെ മേശകളിൽ ചാക്കി കൊണ്ട് നിറയപ്പെട്ടു, അടിക്കൊണ്ട് നിറയപ്പെട്ടു. എന്നാൽ തുറന്ന് ദൈവം വീണ്ടും കാലാവധി നീട്ടിക്കൊടുത്തു, സമയങ്ങൾ നീട്ടിക്കൊടുത്ത് ഈ മനുഷ്യൻ മാനസാന്തരപ്പെടുകയാണ്. മാനസാന്തരമില്ലാതെ വന്നിട്ട് 2026 വന്നപ്പോൾ നോക്കിയാട്ട് കേരളത്തിൽ ലോക രാജ്യങ്ങളിൽ പോലും പ്രളയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ന്യായീകരണം പ്രകൃതിയിൽ വ്യാപരിച്ചാൽ പ്രകൃതിയെ നിയന്ത്രിക്കാൻ ഇരിക്കും. നിങ്ങൾക്ക് ഒരു ഗവൺമെന്റിൽ ഒരു അധികാരികൾക്കോ രാഷ്ട്ര നേതാക്കന്മാർക്കോ അവിടെ യുദ്ധായുധങ്ങൾ കൊണ്ടോ, ബോംബുകൾ കൊണ്ടോ, അണുബോംബുകൾ കൊണ്ടോ, അവിടെ സൈന്യത്തെ കൊണ്ട് പ്രകൃതിയെ നിയന്ത്രിക്കാൻ കഴിയില്ല. പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ഗുരുവിനുണ്ട്. അണ്ടകനാഥത്തെ നിർമ്മിച്ചവൻ, അഗ്രാണ്ടത്തിനുടെയും ബ്രഹ്മാണ്ടത്തിനോട് അടങ്ങി ഭരിക്കുന്നവൻ, രാജാതി രാജാവ്, കർത്താവ് വലിയ താന്മാത്രം അമർത്തിയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ആരും ആർക്കും കാണാൻ കഴിയാത്തവനുമായവൻ, ആൽഫ ഒമേഗമായിരിക്കും, സർവ്വജ്ഞാനിയായിരിക്കും, സർവ്വശക്തനായിരിക്കുന്ന ദൈവത്തിന് മാത്രമേ ഈ പ്രകൃതിന്മേൽ അധികാരമുള്ളൂ. കടലിന്മേൽ അവന് മാത്രമേ അധികാരമുള്ളൂ. ഭൂമിയിന്മേൽ അവനെ അധികാരമുള്ളൂ. എവിടെ ഉരുൾപൊട്ടണം, എവിടെ വെള്ളക്കെട്ട് ഉണ്ടാകണം, എവിടെ ജലപ്രളയം ഉണ്ടാകണം, എന്തെല്ലാം സംഭവിക്കുന്നു അതെല്ലാം ദൈവത്തിന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. മനുഷ്യന്റെ സൃഷ്ടികൾ കൊണ്ടൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവി, എന്നെ കേൾക്കുന്ന സഹോദരി, പാപം വിട്ട് മടങ്ങുക, പാപം വിട്ട് മടങ്ങുവെന്ന് ദൈവത്തെങ്കിലും ഏൽപ്പിച്ചുകൊണ്ടതിന്റെ അകത്തെങ്കിലും വിട്ട് മടങ്ങുക. നിന്റെ കുടുംബം മടങ്ങുക. നിന്റെ കുടുംബത്തിനകത്തെ സകല അരാജകത്വം മാറി നീ ദൈവത്തിലേക്ക് മടങ്ങി വരുന്നെങ്കിൽ, നിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്നെങ്കിൽ, ആത്മാവിൽ നീ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറായാൽ ഇന്ന് ലോകം കൂടി നടക്കുന്ന ന്യായവിധിയിൽ ജനത്തിന്റെ ദൈവം വിടുതൽ നൽകുന്നു. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിക്കി പറയുന്ന അതരങ്ങളാലും അന്യഭാഷയാലും ഇന്ന് നിങ്ങളോട് ഞങ്ങൾ സംസാരിക്കുക. യെശയ്യാവിന്റെ കാലഘട്ടത്തിൽ യെശയ്യാ പ്രവാചകൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വന്നപ്പോൾ യെശയ്യാവ് സംസാരിച്ചു. യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടവനായി പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ലോകത്തിന് ബോധം വിലയിരുത്തി. യേശുവിന് ശേഷമായി യേശു ജനങ്ങളുടെ അപ്പോസ്തലന്മാർ ലോകത്തോട് സംസാരിച്ചു. അപ്പോസ്തലന്മാർക്ക് അതിന് ശേഷമായി ആത്മീയ സഭയിൽ നമുക്ക് മുമ്പേ കടന്നുപോയി പിതാക്കന്മാരെ സംസാരിച്ചു. നമുക്ക് മുമ്പേ പിതാക്കന്മാർ കടന്നുപോയി. 2026 വന്നപ്പോൾ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവന്റെ ശിഷ്യത്വത്തിലേക്ക് നിൽക്കുന്ന അവനെ അനുഗമിച്ചുകൊണ്ട് അവർ അതിന് മത്സരിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ളവർ ഇന്നും വിക്കി പറയുന്ന അത്തരങ്ങളാലും മറ്റു ഭാഷകളും ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുക. എന്താണ് സംസാരിക്കുന്നത്? മാനസാന്തരപ്പെടണമെന്ന്.
നീ മാനസാന്തരപ്പെട്ടോ നിങ്ങൾ സംസാരിക്കുന്നത്? ഇതൊക്കെ ഞാൻ പറയുമ്പോഴേ ഞാനിതൊന്ന് കേൾക്കാതെ അനുസരിക്കാൻ നടന്നതാ. അറിയോ, ഞാൻ ജനിച്ച് വീണ്ടും തന്നെ പെന്തക്കോസ്ത് പള്ളിയുടെ പരിസരത്താണ്. ഞങ്ങളുടെ വീടിന്റെ അതിരെ പെന്തക്കോസ്ത് പള്ളി ഇരിക്കുന്നത് ജനിച്ച കാലം തൊട്ട് പാട്ടും പ്രാർത്ഥന. പക്ഷേ അവരെ അംഗീകരിക്കത്തില്ലായിരുന്നു. അവർ പറയുന്നത് കേൾക്കത്തില്ല, അവരെ മുറത്ത് മത്സരിക്കുമായിരുന്നു. എന്നാൽ പിന്നെ തീയതിയിൽ ദൈവം ചൂടലിട്ട് പിടിക്കുന്ന പോലെ കൊളുത്തിട്ട് പിടിക്കുന്നതിനെ കൊളുത്തിട്ട് പിടിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, ഈ സത്യവേദ പുസ്തകത്തിന്റെ കരങ്ങൾ കൊണ്ട് എടുത്തപ്പോൾ ഈ കറുത്ത പുസ്തകം എടുത്ത് ഞാനിത് വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കിയത്, ഞാൻ വീഞ്ഞു കുടിച്ച് മദ്യപിച്ച് ചാഞ്ചാടി നടക്കുകയായിരുന്നു. ഹല്ലേലൂയ, സ്വന്തം ദൈവത്തിന്റെ ന്യായവിധിയിലായിരുന്നു ഞാനും. ഹല്ലേലൂയ, ഞാനും ഛർദ്ദിച്ച് മേശകൾ അഴുക്കായിട്ടൊരു മനുഷ്യനായിട്ട് എനിക്ക് ബോധ്യം വന്നപ്പോൾ ഹല്ലേലൂയ, ഞാൻ തെറ്റുകൾ ഏറ്റു പറഞ്ഞു, പാപങ്ങൾ ഏറ്റു പറഞ്ഞു. പാപങ്ങളിലേക്ക് വന്നപ്പോൾ കർത്താവിനെ ആത്മാവ് നിറച്ചു, അഭിഷേകത്തെ നിറച്ചു. ഹല്ലേലൂയ, അതുകൊണ്ട് ഇതുപോലെ എന്നെ കേൾക്കുന്ന മഹാവേദികളും ഞങ്ങൾ വിക്കി പറയുന്ന അത്തരങ്ങളാലും അനുമാറ്റിയാലും നിങ്ങളോട് സംസാരിക്കുക, നിങ്ങളുടെ വീട്ടിൽ വന്ന് സംസാരിക്കുക, നിങ്ങളുടെ നാട്ടിൽ സംസാരിക്കുക, ദേശത്ത് സംസാരിക്കുക, നിങ്ങളെ കേൾപ്പിക്കാൻ നിങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ സംസാരിക്കുക. എന്തുകൊണ്ടാണ്? നീ ദൈവത്തിന്റെ ന്യായവിധിയിലേക്ക് വീട് പോകാതിരിക്കാൻ. ഹല്ലേലൂയ, അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവ് മടങ്ങുക, കേരളത്തിലെ ജനം മടങ്ങുക, മാനസാന്തരം മടങ്ങുക. നിന്റെ രാഷ്ട്രീയം മാറ്റിവെച്ച്, നിന്റെ മതം മാറ്റിവെച്ചിട്ട്, നിന്റെ ജാതി മാറ്റി, നിന്റെ പേര് മാറ്റി, പേരും പ്രശസ്തിയൊക്കെ മാറ്റിവെച്ചിട്ട്, ഞാൻ ആരാണ്, എന്റെ കുടുംബം എന്താണ്, എന്റെ കർമ്മങ്ങൾ അറിയാമോ, ഞാൻ ഏത് കുടുംബം ജനിച്ച് വളർന്നിട്ടാണ്, എന്നെ കുറിച്ച് നാലുപേര് ചോദിക്കുക, എന്നെ കുറിച്ച് പുറത്ത് ചോദിച്ച് ഞാൻ ആരാണെന്ന് കാണിച്ച് ഞാൻ അറിയുമെന്നൊക്കെ പറഞ്ഞ് വീപ്പരിച്ച് നടക്കുന്ന സ്വഭാവം നീ മടങ്ങുക. ഹല്ലേലൂയ, നീ ആരായിരുന്നാലും ദൈവത്തെ പ്രശ്നമുണ്ട് ന്യായീകരിക്കുന്ന കരം വെളിപ്പെട്ട പ്രകൃതിനെ ദൈവം ഇടപെട്ടാൽ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നാൽ ഭൂമിയുടെ ഉറവുകളെ തുറന്ന നോഹയുടെ കാലഘട്ടത്തിൽ എന്ന പോലെ പ്രളയം പൊങ്ങിയാൽ നിനക്കും എനിക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഹല്ലേലൂയ, അതുകൊണ്ട് ഇത് മകൾ മാനസാന്തരം പ്രാർത്ഥിക്കുക. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ നിന്ന് പെയ്യുക. ഞാൻ ഈ ദൈവത്തിന്റെ വല്ലം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ശക്തമായി മഴ പുറത്ത് പെയ്യുന്നുണ്ട്. ഈ മഴ പെയ്യുമ്പോൾ തന്നെ ഞാൻ പ്രഭാതത്തിൽ ജനതയോട് പ്രാർത്ഥിക്കണം, കേരളത്തെ വിടിവിക്കണമേ, ഭാരതത്തെ വിടിവിക്കണമേ, ദുരിതം അനുഭവിക്കുന്ന ജനത്തെ വിടിവിക്കണേ, കർത്തറിന്റെ കർമ്മം ജനത്തെ വിടിവിക്കണമേ. പ്രളയം ഇനി ഉണ്ടാകരുത്, വെള്ളപ്പൊക്കം ഉണ്ടാകരുത്, ആടുമാട് വീട് കന്നുകാലികൾ കൃഷികളെല്ലാം നഷ്ടപ്പെട്ടു, ഒരായുസ് മുഴുവൻ സമ്പാദിച്ച് നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ, ഇനി ജനത്തെ ദുരിതത്തിൽ വിദ്യാഭ്യാസ ക്യാമ്പിൽ ചെന്നിട്ട് അവർക്ക് വീട്ടിലെ ഭക്ഷണമില്ല, മരുന്നുകളിൽ മെഡിക്കൽ സംവിധാനങ്ങൾ, ഡോക്ടർമാർ, നഴ്സുമാരില്ല, അവർ കുടുംബസ്ഥമില്ല, അവർക്ക് ഒന്നാലിയ ദിനചര്യ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ല. കഴിഞ്ഞ ദിവസവും സൗകര്യം പറയുന്നത് കേട്ടു. ഹല്ലേലൂയ, ഏത് ദുരിതാശ്വാസ ക്യാമ്പെന്നാണ്. ഹല്ലേലൂയ, അത് സ്നേഹിത സർക്കാർ ഇതൊക്കെ ചെയ്യുന്നവർക്കൊക്കെ പരിമിതികളുണ്ട്. അതുകൊണ്ട് ഇതുപോലെ നീന്റെ പാപം വിട്ട് മടങ്ങുക, നീ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ, വേദപുസ്തകം മുഴുവൻ പറയുന്ന മാനസാന്തരപ്പെടണമെന്നാണ്. ഹല്ലേലൂയ, വേദപുസ്തകം മുഴുവൻ പറയുന്നത് മാനസാന്തരപ്പെടണമെന്നാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിലേക്ക് പോകാം. അപ്പൊ ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ, എനിക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചുകൊണ്ടിരിക്കും. ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ദൈവ സാന്നിധ്യം അനുഭവിക്കും. അതേ കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നീ ദൈവത്തിന് മാറി ഏകാഗ്രതയോട് നീ പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ കേരളം നേരിടുന്ന ഈ മഹാദുരന്തത്തിൽ നിന്ന്, ഭാരതം നേരിടുന്ന മഹാദുരന്തത്തിൽ ഇവിടെ നിന്നാൽ കടവേണ്ട. കണ്ടില്ലേ, ചൈനയിലൊക്കെ എത്രയോ വില കൂടി എത്രയോ ലക്ഷങ്ങളെ കാറുകൾ ഒഴുകിപ്പോയതാണ്. നമ്മൾ കഴിഞ്ഞിട്ടില്ല യുപിയിലും മറ്റു ഒറീസയിലൊക്കെ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം നടത്തുന്നത്. കേരളത്തിലെ വെള്ളപ്പൊക്കം നമ്മൾ കണ്ടില്ലേ, എന്താണ് സംഭവിക്കുന്നത്, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്റെ ബൈബിൾ പറഞ്ഞിട്ടുള്ള കാര്യം. ഞാൻ കരയിൽ കടലിൽ ഇളക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ. സ്തോത്രം. നിങ്ങൾ കഥോക്ക് പ്രവചനം, ഗംഗായുടെ പ്രവചനമൊക്കെ വായിച്ചു നോക്കണം. കരയും കടലിലേക്ക് ഇളക്കും ദൈവം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. യശയ്യാവിന്റെ പുസ്തകം വായിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ വിക്കി പറയുന്ന അത്തരങ്ങളാലും അന്യഭാഷയാലും കർത്താവ് നമ്മുടെ ഹൃദയത്തിന് വിശ്രാമം നൽകും. ഹല്ലേലൂയ. വിക്കി പറയുന്ന അത്തരങ്ങളാലും അന്യഭാഷയിലും കർത്താവ് നമ്മുടെ ഹൃദയത്തിന് വിശ്രാമം നൽകും. അന്യഭാഷയിൽ സംസാരിക്കുവാൻ ദൈവമായി ആത്മാവിൽ മർമ്മങ്ങളിൽ സംസാരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു എന്ന് ലേഖനം 14-ാം അധ്യായം വായിച്ചാൽ കാണാൻ കഴിയും. നമ്മൾ അന്യഭാഷയിൽ സംസാരിക്കുന്നത് ദൈവത്തോട് സംസാരിക്കുകയാണ്. അന്യഭാഷയിൽ സംസാരിക്കുന്നത് ദൈവത്തോട് സംസാരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്ന ദൈവമാവിൽ ദൈവിക മർമ്മങ്ങളെ സംസാരിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിലുള്ള പെന്തക്കോസ്തുകാരൻ പറഞ്ഞ ദൈവം പെന്തക്കോസ്തുകാർക്ക് ഉണർവിന്റെ ശുശ്രൂഷയിലേക്ക് പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട് കൂടിയിരുന്ന 100 മേൽ പരിശുദ്ധാത്മാവ് വന്ന് അവർ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട് അന്യഭാഷയിൽ അവർ സംസാരിച്ച അന്യഭാഷ. ഈ
ഇന്നും ലോകം മുഴുവൻ വിശ്വസിക്കുന്ന ദൈവമക്കളിൽ പകർന്ന് അവർ അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ ആ അന്യഭാഷയെ കോപ്പി അടിച്ചുകൊണ്ട് അത് കേട്ടുപഠിച്ചിട്ട് ഒരു കൂട്ടം ആളുകൾ ഇന്നത്തെ കാല റിയാലിറ്റി ഷോയും കോമഡി മിമിക്രിയൊക്കെ കാണിച്ച് കോലാഹലം കാട്ടിക്കൂട്ടുന്ന ശ്രോതാവി, ആമീൻ, നിന്റെ മുഖാന്തരമാണ് ഈ ന്യായവിധി മുഴുവൻ സംഭവിക്കുന്നത്. ആമീൻ, ദൈവത്തിന്റെ പരിശുദ്ധന്മാരെ ദുഃഖിപ്പിക്കരുത്. നിങ്ങളുടെ പാപങ്ങൾക്ക് ദൈവം ക്ഷമിക്കും. ആമീൻ, നിങ്ങൾ ചെയ്യുന്ന പാപങ്ങൾ ക്ഷമിക്കും. പക്ഷെ പരിശുദ്ധന്മാരുടെ ഒരു വാക്ക് ഉച്ചരിച്ചാൽ, പരിശുദ്ധന്മാരുടെ ദൂഷണം പറഞ്ഞാൽ അത് ദൈവം ക്ഷമിക്കുകയില്ലെന്ന് ആമീൻ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് കാശുണ്ടാക്കാൻ വേണ്ടി, പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നിനക്ക് പേര് കിട്ടാൻ വേണ്ടി, പ്രശംസ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെള്ളമുടുപ്പ് ധരിച്ച് ഞങ്ങൾ വിശ്വാസത്തിന്റെ ആ സാന്നിധ്യം നിറഞ്ഞു നിന്ന് ഞങ്ങൾ ഈ കറുത്ത പുസ്തകം സത്യവേദ പുസ്തകം എടുത്ത് പ്രസംഗിക്കുന്നത് കണ്ടിട്ട് നീ അതുകൊണ്ട് പട്ടണത്തിന് തെരുവിലൊക്കെ കുറച്ച് ആളുകളെ കൂട്ടി നീ പ്രസംഗിച്ച് നീ സ്റ്റേജ് കിട്ടുമ്പോൾ അതിനകത്ത് നീ അന്യഭാഷയൊക്കെ കോപ്പിയടിച്ച് നീ പരിശുദ്ധന്മാരെ ദുഃഖിപ്പിക്കുന്നത്, അതിന്റെ ന്യായവിധി നിന്റെ ജീവിതത്തിൽ കടന്നു വരും. അതിന്റെ ന്യായവിധി നിന്റെ കുടുംബത്തിൽ കടന്നു വരും. അതിന്റെ ന്യായവിധി നീ അനുഭവിക്കേണ്ടി വരും. അല്ലേലൂയ, അത് ദേശം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ പരിശുദ്ധന്മാരെ ദുഃഖിപ്പിച്ച് അന്യഭാഷ കോപ്പിയടിച്ച് ആമീൻ മിമിക്രി കാണിച്ചവരും വളരെ കോമഡി കാണിച്ച് റിയാലിറ്റി ഷോ നടത്തിയവരും ഒക്കെ ഇന്ന് എവിടെയാണ് ഇന്നത്തെ ജീവിച്ചിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സ്ഥിതി എന്താ നീ മനസ്സിലാക്കുക. ഇത് പറയുന്ന മടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ വിക്കി പറയുന്ന അതരങ്ങളാലും അന്യഭാഷയാലും അല്ലെങ്കിൽ ആമീൻ സഹോദരൻ ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് കാരണമുണ്ട്. ഇത് ഞങ്ങളോട് കർത്താവ് സംസാരിച്ചതാണ്. ഞങ്ങൾ ദൈവത്തോട് സംസാരിക്കുക. ആത്മീയ കാര്യങ്ങളെക്കുറിച്ച്, ആത്മീയ മർമ്മങ്ങളെക്കുറിച്ച് ഞങ്ങൾ ദൈവത്തോട് സംസാരിക്കുക. ഞങ്ങൾ അന്യഭാഷയെ പ്രാർത്ഥിക്കുക, അന്യഭാഷയെ സ്തുതിക്കുക. നിനക്ക് വേണ്ടി, നിന്റെ കൃപയ്ക്ക്, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ ദേശത്തിന് വേണ്ടി, നിന്റെ പാപ പരിഹാരത്തിന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുക. അതുകൊണ്ട് അന്യഭാഷയെ നീ നാമെ ദുഃഖിപ്പിക്കരുത്, പരിശുദ്ധമായി ദുഃഖിപ്പിക്കരുത്. ഇതിന്റെ കുടുംബത്തിൽ വരാൻ സമയമായി. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയ കുട്ടികളാണ്. അവർ പണം ഉണ്ടാക്കാൻ വേണ്ടി അവരെ ആരോഗ്യം പറഞ്ഞ് പഠിപ്പിച്ചവർ അന്യഭാഷ പറഞ്ഞ് ആമി വലിയ സത്യവേദ ദൈവമക്കളെ ഞങ്ങളെ കാണിയാക്കുന്നത്, അപമാനിക്കുന്നത്, പരിഹസിക്കുന്നത്, ഞങ്ങളെ ഭൂമി വിളിക്കുന്നത് ഞങ്ങൾ കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് പണം ഒരുപാട് കിട്ടും. ഞങ്ങളിത് പണത്തിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. ഞങ്ങൾ വരാൻ പോകുന്ന ന്യായവിധിയിൽ നീ മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. പക്ഷെ നീ പണം ഉണ്ടാക്കുമ്പോൾ ആ ന്യായവിധിന്റെ കുടുംബത്തിലേക്ക് വരും. അല്ലേറിയ. അപ്പൊ ഇവിടെ വചനം പറയുന്നത് വിക്കി പറയുന്ന അത്തരങ്ങളാലും അന്യഭാഷയാലും കർത്താവ് നമ്മുടെ ഹൃദയത്തിന് വിശ്രാമം നൽകും. അന്യഭാഷ സംസാരിക്കുന്ന ദൈവമായി ആത്മാവിൽ വർമ്മങ്ങളെ സംസാരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തും. മാത്രമല്ല ദൈവിക വിശ്രാമം പ്രാപിക്കുക. അല്ലേലൂയ. ലോകം മുഴുവൻ പാപത്തിലാണ്. ഈ ഭൂമി സകല മനുഷ്യൻ പാപികളാണ്. പാപമില്ലാത്ത ഒരു മനുഷ്യൻ പോലും ഇല്ല. ആരെങ്കിലും എനിക്ക് പാപമില്ല എന്ന് പറഞ്ഞാൽ അവനാണ് ഏറ്റവും വലിയ പാപി. സകല മനുഷ്യരും പാപികളാണ്. പാപത്തെ നിറയപ്പെട്ട് സകല കുടുംബങ്ങളിലും പാപം നിറയപ്പെട്ടിരിക്കുന്നു. സകല കേന്ദ്ര സംസ്ഥാന രാഷ്ട്ര തലവന്മാരും പാപത്തെ നിറയപ്പെട്ടിരിക്കുന്നു. സകല മതവേദധ്യക്ഷന്മാരും മതാധ്യക്ഷന്മാരും എല്ലാം പാപത്തിലാണ്. എല്ലാ രാഷ്ട്രീയക്കാരും പാപത്തിന്, അപാലവൃത്ത ജനങ്ങളും പാപത്തെ നിറയപ്പെട്ട് പാപത്തിന്റെ വശീകരണത്തിലൂടെ കടന്നുപോയി. ഇന്ന് ദൈവത്തിന്റെ ന്യായവിധിയുടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് വരാൻ പോകുന്ന ന്യായവിധി നീ വിട്ടുപോകാതിരിക്കാൻ നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഹല്ലേലൂയ. ചില സന്ദർഭങ്ങളിൽ ദുഃഖത്താൽ നിങ്ങൾ ഭാരപ്പെടാറുണ്ട്. ചില സമയങ്ങളിൽ നിങ്ങൾ വലിയ പോരാട്ടം അനുഭവിക്കാറുണ്ട്. ചില സമയങ്ങളിൽ നിങ്ങൾ വലിയ കഷ്ടതയുടെ കടന്നു പോകാറുണ്ട്. പലപ്പോഴും ജീവിതം മതിയെന്ന് ഓർത്ത് മടുത്തു എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിട്ടില്ലേ? എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ഇന്ന് പകൽ ഞാൻ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്. നീ ദൈവത്തിലേക്ക് മടങ്ങി വന്നാൽ നിന്റെ പ്രതിസന്ധികളെ ദൈവം മാറ്റിത്തരും. അതുകൊണ്ടാണ് റോമാലേഖനം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ട്, റോമാലേഖനം 8-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ അമ്പണ്ടെന്ന ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. അല്ലെങ്കിൽ ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിടെ ബലഹീന തുണ നിൽക്കുന്നവരാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രതിസന്ധികളിൽ നിന്നെ സഹായിക്കുന്നവനാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആശ്വാസമറ്റവർക്ക് തുണ നൽകുന്നവനാണ്, ആശ്വാസം നൽകുന്നവനാണ്. അതുകൊണ്ട് വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് നമുക്കറിയില്ല. വീണ്ടും പോലെ പ്രാർത്ഥിക്കാൻ നമുക്കറിയത്തില്ല. അല്ലെങ്കിൽ എന്നാൽ ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. റോമാലേഖനത്തിൽ പറയും ആത്മാവ് നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ അതേ പരിശുദ്ധം നമുക്ക് വേണ്ടി ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ, അല്ലെ? ആത്മാവ് നാം തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങൾ നമുക്ക് വേണ്ടി പക്ഷപാതം. ഇതാണ് യെശയ്യാ പറഞ്ഞത്. വിക്കി പറയുന്ന അത്തരങ്ങളാലും അന്യഭാഷയാലും അവൻ ജനത്തോട് സംസാരിക്കുന്നു.
ദൈവം നമ്മോട് സംസാരിക്കും, പരിശുദ്ധാത്മാവോട് സംസാരിക്കും. ദൈവം നമ്മോട് സംസാരിക്കും, പരിശുദ്ധാത്മാവോട് സംസാരിക്കുമ്പോൾ നമ്മൾ അതിന് വിധേയപ്പെട്ടു കൊടുക്കണം. പെന്തക്കോസ്ത് ചരിത്രം, സഭയുടെ ചരിത്രം, ഹല്ലേലൂയ. പെന്തക്കോസ്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ ദൈവം തന്റെ ആത്മാവിനെയാണ് പകർന്നത് സഭയ്ക്ക്. ആമേൻ. കൂടിയിരുന്ന 120 ദൈവം പകർന്നു കൊടുത്തത് പരിശുദ്ധാത്മാവിനെയാ. അവർ അതരങ്ങളിൽ ദൈവം അന്യഭാഷ സ്വാമി നിറച്ചു. അവർ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട് ആരാധിച്ചപ്പോൾ, ഹല്ലേലൂയ, ആമി ഉച്ചരിച്ചുകൂടാതെ ഇറക്കങ്ങളാണ് ദൈവത്തിന് സ്വാമി സംസാരിച്ചപ്പോൾ, വ്യക്തി പറയുന്ന അതരങ്ങളോ അന്യഭാഷ സംസാരിച്ചപ്പോൾ, അന്ന് യെരൂശലേം ദേവാലയത്തിൽ ഉത്സവത്തിന് വന്ന ഒരു വലിയ കൂട്ടജനം അവിടെ അന്ന് ആടുവിട്ടുണ്ട്, കാളവിട്ടുണ്ട്, പൗരോഹിത്യ ശുശ്രൂഷയുണ്ട്. അതിന് 3000 പേര് ഓടി ആമി പർപ്പോസന്മാർ അരികിലേക്ക് വന്നു. ആമി ഞങ്ങൾ ദേശമായിരിക്കാൻ എന്ത് ചെയ്യണം? പർപ്പോസ് അടക്കമുള്ളവർ പറഞ്ഞു, മാനസാന്തരപ്പെട്ട പാപങ്ങൾ ഏറ്റുകൊണ്ട് കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. അന്ന് സ്നാനപ്പെട്ടത് 3000 പേര്. അപ്പോസ്തലന്മാർ രണ്ടാമത്തെയും വായിച്ചതോടെ കാണാൻ കഴിയും. അതുകൊണ്ട് ഇതോടെ നീ മടങ്ങി വരണം കേട്ടോ. മടങ്ങി വന്നാൽ നിന്നെ ന്യായീകരിക്കുന്ന തൊഴിലുകൊണ്ട് എഴുതിയ. അതുകൊണ്ട് എന്റെ കേൾക്കുന്നവർ സ്നേഹിത, ആമീൻ. ആത്മാവിൽ ആനന്ദിക്കുന്ന അനുഭവം പുതിയ നിയമത്തിൽ 2 പേർക്കുണ്ടായിരുന്നു. ഒന്നാമത് യേശുവിന്റെ അമ്മയായ ആമീൻ മറിയയ്ക്കും, രണ്ടാമത് ഹല്ലേലൂയ സ്തോത്രം യേശു ക്രിസ്തുവിനും. ഹല്ലേലൂയ. അവൻ യേശുവിന്റെ അമ്മയായ മറിയ ആമീൻ മരണത്തിൽ ചെന്ന് എലിസബത്തിനെ വന്ദനം ചെയ്തപ്പോൾ അവരെ ഉദരത്തിൽ പിള്ള തുള്ളി എന്ന ഹല്ലേലൂയ. അത് കഴിഞ്ഞപ്പോൾ എലിസബത്ത് പ്രവചനം കേട്ടുകഴിഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം മറിയ അങ്ങോട്ട് ആത്മാവ് നിറഞ്ഞ് സംസാരിച്ചു. അപ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടതാണ് ഒന്ന് യേശുവിന്റെ അമ്മയാണ് മറിയും, പിന്നെ യേശു കർത്താവ്. ലൂക്കോസ് സുവിശേഷം 1:47, ലൂക്കോസ് 10:21 അതിനെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. അവനെ കഠിനമായി വിമർശിച്ച പരീശന്മാരും കുറ്റം കണ്ടുപിടിക്കാനെ ചുറ്റി വന്ന വേദശാസ്ത്രന്മാരുടെയും അവനെ ശിക്ഷയ്ക്കാൻ വിധിച്ച മഹാപുരോഹിതന്മാരുടെയും മധ്യേ ആത്മാവിൽ ആനന്ദിച്ചു വിശ്രമിച്ചു കർത്താവ്. ഹല്ലേലൂയ. അതുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40 വായിക്കുവാൻ കാണുന്നുണ്ട്. അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി യെശയ്യാവിന്റെ പുസ്തകം 40 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്റെ ജനത്തെ ആശ്വസിപ്പിക്കുവിൻ എന്ന് നിങ്ങൾ ദൈവം അരുളി ചെയ്യുന്നു. അതെ, ഇതുപോലെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം. നിന്റെ പാപത്തെ വിട്, നീ മടങ്ങി വരണം, നീ മാനസാന്തരപ്പെടണം. ആമേ. നീ മാനസാന്തരം മടങ്ങി വന്നാൽ നിനക്ക് വീണ്ടും നന്മ ദൈവത്തിന് മാനസാന്തരപ്പെടുന്ന ഭാവിക്ക് നിത്യമായ സ്വർഗം കിട്ടും. നീ മാനസാന്തരം മടങ്ങി വന്നാൽ ദൈവം ആകാശത്തിന്റെ കിളിവാതിൽ നിനക്ക് വേണ്ടി തുറക്കും. ആമി സ്വർഗത്തെ സകല ആത്മീയനികത്താണ് ദൈവം തന്നെ നിറയ്ക്കും. ആമി മാലാഖി 3:10 എഫെസ്യരെ 4 വായിച്ചെന്ന് കാണാൻ കഴിയും. അതേ സ്രോതാവേ, നിന്റെ കഷ്ടതയെ മാറ്റുവാൻ, നിന്റെ പ്രതിസന്ധിയെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. നിന്റെ പ്രശ്നങ്ങളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. നീ കടന്നു പോകുന്ന അനുഭവത്തെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കും. കേരളത്തിന്റെ ദുരന്തം മാറിപ്പോട്ടെ. ഈ പ്രളയത്തിന് ദൈവം ഒരു വിടുതൽ നൽകട്ടെ. ഭാരതത്തിൽ നടക്കുന്ന പ്രളയത്തിൽ, ലോക രാജ്യം പ്രളയത്തിലാണ്. ജനം കണ്ണുനീരിലാണ്. 4 ജില്ലകളിൽ പ്രാർത്ഥിക്കുക. എല്ലാം ആമയല്ല അതിന്റെ ഉറവുകളിൽ ദൈവം നിയന്ത്രിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക. കണ്ണുകളുടെ ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമായി സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനാണ് ഞങ്ങളുടെ കേരളത്തിന് വേണ്ടി, ഭാരത ലോക രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം കർത്താവ് വ്യത്യസ്തമായ നിലയിൽ ഭൂമിയുടെ വെളിപ്പെടുന്നു. കേരളത്തിൽ പ്രകൃതിയിലും കർത്താവ് ഈ പ്രകൃതിയോട് ദൈവം ഇടപെടണമേ. ദുരന്തങ്ങളെ മാറ്റണമേ, ജലപ്രളയത്തെ മാറ്റണമേ, മഴയ്ക്ക് ആശ്വാസം നൽകണമേ. ഇനി ഭരണം വീടുവട്ടത്തിൽ ഇന്ന് നാശനങ്ങൾ വരാം. ജനത്തിന്റെ പാവങ്ങളെ ക്ഷമിക്കണമേ. ഭാരതത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളും ലോക രാജ്യങ്ങൾ 800 കോടി ജനത്തിനായി പ്രാർത്ഥികർത്താവ് വിക്കി പറയുന്ന അതരങ്ങളാൽ അനുഭാഷകാരും ഞങ്ങൾ ഈ ജനത്തോട് സംസാരിക്കുമ്പോൾ യെശയ്യാവ് സംസാരിച്ചവർ കേൾപ്പം മനസ്സിലായിട്ട് കർത്താവ് യേശു സംസാരിച്ചവർക്ക് മനസ്സിലായിരുന്നു. ശിഷ്യന്മാർ സംസാരിച്ചവർക്ക് കേൾപ്പം ഇന്ന് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഈ ജനത്തെ കേൾക്കാൻ മനസ്സിലാതെ ഈ ജനം വീണ്ടും ന്യായവിധിക്ക് പോകാതെ ജനം മടങ്ങി വന്ന് മാനസാന്തരപ്പെടുവാൻ ശേഷിവന്മാരിന്ന് കൗമാരി യുവനത്തിൽ വാക്കിൽ ധ്യാനം വെറുത്തിൽ വശന യാചകരും ഓർഫനേജിൽ ഓട്ടജീവിൽ തലമുറയിലായിരിക്കുന്ന രാജ്യരാഷ്ട്ര തലവന്മാർ, അധികാരികൾ, ഭരണാധിപൻ, ന്യായാധിപന്മാർ, ക്രമസമാധ പാലകർ, നിയമ നിർമ്മാണ രംഗത്തിൽ ജുഡീഷ്യറി അടക്കം എല്ലാ മേഖലയിലുള്ള ജനം ഈ മാനസാന്തരപ്പെടാക്കി വിടുവാൻ ഞങ്ങൾ ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആമി ഞങ്ങളുടെ കേരളത്തോട് മനസ്സിനെ ദയത്തോന്നവേ. ആമി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കിടക്കുന്ന രോഗികളുണ്ട്. ആമി വിവിധ കഷ്ട സഹിക്കുന്നത് എല്ലാവർക്കും ആശ്വാസം കൊടുക്കണം. ആടുമാട് കന്നുകാലികളെല്ലാം ആമി കൃഷിയെല്ലാം നഷ്ടപ്പെട്ടു. ആമി ആയുസിനോട് അധ്വാനിച്ചതെല്ലാം ഒരൊറ്റ മഴയ്ക്ക് നഷ്ടപ്പെട്ടപ്പോൾ, ഒറ്റ രാത്രികളിൽ നഷ്ടപ്പെട്ടപ്പോൾ മനുഷ്യൻ എത്തിച്ചേർന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ തിരിച്ചു മടങ്ങിച്ചേരാൻ ഇടമില്ല. ഭാവി സ്ഥിതിയിൽ മാറ്റം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആശ്വാസം നൽകണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.